വെൽക്കം ബാക്ക് ടു പ്രവീസ് മാജിക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നവരാത്രി സ്പെഷ്യലായിട്ടുള്ള 2 ഐറ്റം ആയിട്ടാണ്. ഒന്ന് നമ്മുടെ ചുണ്ടൽ എന്ന് ഇവിടെ പറയും, തമിഴ്നാട്ടിലും ഇപ്പം ഞാനും ഒക്കെ പറയുന്നത് സുണ്ടൽ എന്നാണ്. അപ്പോൾ ഒന്ന് സുണ്ടലും രണ്ടാമത്തത് പഞ്ചാമൃതമാണ്. അപ്പോൾ പഞ്ചാമൃതം പല രീതിയിലുണ്ടാക്കും. ഇതിപ്പം ഇവിടെ തിരുവനന്തപുരത്ത് ഇവിടെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ നമുക്ക് പോകുമ്പോൾ കിട്ടുന്ന രീതിയിലുള്ള പഞ്ചാമൃതമാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചുണ്ടലും. അപ്പം നിങ്ങൾ ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മളിത് ബൊമ്മക്കൊലുകളൊക്കെ വെക്കുന്ന വീടുണ്ടല്ലോ നവരാത്രി, ആ സമയത്ത് അവർ നിവേദ്യമായിട്ട് വെച്ചിട്ട് ഇത് നമുക്ക് തരും. ഇത് ഇലയിലാണ് നമുക്ക് ആക്ച്വലി അമ്പലത്തിൽ പോകുമ്പോഴും അവരൊക്കെ തരുന്നത്. അപ്പോൾ ഇലയിൽ കുറച്ച് മധുരം ഉണ്ടാവും ഈ പഞ്ചാമൃതത്തിൻ്റെ, അതുപോലെ തന്നെ കുറച്ച് എരിവൊക്കെ ഉണ്ടാവും നമ്മുടെ ചുണ്ടലിൻ്റെ, ഉപ്പും ഒക്കെ ഉണ്ടാവും. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പം ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നവരാത്രി സ്പെഷ്യലിൻ്റെ 2 ഡിഷാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. ഒന്ന് വന്നിട്ട് നമ്മൾ മലയാളത്തിൽ ഇതിന് ചുണ്ടലെന്ന് പറയും, തമിഴിൽ ഇതിൽ ചുണ്ടലെന്നാണ് പറയുന്നത്. അപ്പം അത് ഒന്ന് നമ്മൾ ചെയ്യാൻ പോണത് പഞ്ചാമൃതമാണ്. അപ്പോൾ ചുണ്ടൽ ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ കടല നല്ല പോലെ വേവിച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്ത വെള്ളക്കടലയാണത്. വെള്ളക്കടല വേണമെങ്കിലും നമ്മൾ കറുത്ത കടല ഉണ്ടല്ലോ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന, ആ കടല വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാൻ വെള്ളക്കടലയിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചെയ്യാം, തുടങ്ങാം. ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ജീരകമാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് വറ്റൽമുളകാണ് 2ആയിട്ട് കട്ട് ചെയ്ത് എരിക്കനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഞാനൊരു വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ശകലം മുളക് പൊടിയാണ്, അത് നമുക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഞാനൊരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുള്ള മുളക് പൊടി. ഇനി നമുക്ക് നമ്മുടെ കടല ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കടല അധികം വേകാതെയാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ ഉപ്പിട്ട് വേവിച്ച കടലയാണ്, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. കുറവാണ് ഇതിലേക്ക്, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കേ. അവസാനം ഇതിലേക്ക് കുറച്ച് തേങ്ങയാണ്. ഇപ്പം ഞാൻ 1 കപ്പോളം തേങ്ങയുണ്ട്. അപ്പോൾ തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഒരുപാട് തേങ്ങ ഇടരുത്, ഇട്ട് കഴിഞ്ഞാലും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. ജസ്റ്റ് ഇതിലൊന്ന് കടിക്കാൻ തേങ്ങ കിട്ടണം, അത്രയ്ക്ക് വേണ്ടി മാത്രം തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ചുണ്ടൽ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ശകല എരിവും ഉപ്പും ഒക്കെ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പഞ്ചാമൃതം ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. പഞ്ചാമൃതം ചെയ്യാം. അതിനായിട്ട് ഞാനിപ്പോൾ 2 പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഞാനിപ്പം ഇവിടെ ഞാലിപ്പൂവനാണ് എടുത്തിട്ടുള്ളത്. പാളയംകോടന് ഏത് പഴം വേണമെങ്കിലും നമുക്ക് എടുക്കാം. പഴം പെട്ടെന്ന് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ കട്ട് ചെയ്യാവൂ, അല്ലെങ്കിൽ കറുത്ത് പോകും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ആയി കട്ട് ചെയ്തത്, അതുകൊണ്ടാണ് ഇത് കറുത്ത് പോയത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പഴം ഞാൻ ഇട്ടിട്ടുണ്ട്, 2 പഴമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. മുന്തിരിയാണ്, ഇതിപ്പോൾ കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ ഈ യെല്ലോ കളർ ഏത് വേണമെങ്കിലും ചേർക്കാം, അത് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഡേറ്റ്സ് ഇതിനകത്ത് ഇട്ടുന്നുണ്ട്. അപ്പോൾ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ ബാക്കി മുന്തിരിങ്ങ ഇതിനകത്ത് ചേർക്കും, നമ്മൾ കറുത്ത മുന്തിരി. അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പം ഡേറ്റ്സ് ചേർത്തത്. ഇനി നമ്മൾ മധുരമാണ് ചേർക്കുന്നത്. ആദ്യം നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു വലിയ സ്പൂൺ ശർക്കര ചേർത്തിട്ടുണ്ട്. ഇനി പഞ്ചസാരയാണ്, അത് മധുരത്തിനനുസരിച്ച് വേണം ചേർക്കാൻ. ഇപ്പോൾ ഒരു 1.25 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം. ഈ കൽക്കണ്ടം നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ആണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. അപ്പം പഞ്ചാമൃതമല്ലേ, 5 മധുരമാണ്, അപ്പോൾ അതിലൊന്നാണ് കൽക്കണ്ടം. അപ്പോൾ കൽക്കണ്ടം തന്നെ നമുക്കിങ്ങനെ പൊടിക്കണ്ട, ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോൾ അത് മെൽറ്റ് ആയിക്കോളും. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് തേനാണ്. ഞാനിപ്പം ഇവിടെ മധുരം കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ 1 സ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ മധുരം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്പൂൺ വരെ തേൻ ചേർത്ത് കൊടുക്കാം. ഇതിപ്പം 1.25 സ്പൂണോളം ഉണ്ട്. അപ്പം ഞാനത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഞാനൊരു 1/4 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ തേൻ ചേർക്കുന്നതിൻ്റെ അളവിൽ കുറച്ചേ നെയ്യ് ചേർക്കാവുള്ളൂ.
അപ്പം ഞാൻ 1.25 സ്പൂണോളം തേൻ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് 1/4 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ മിക്സ് ചെയ്യും. അധികം കുഴയ്ക്കാതെ നമുക്ക് മിക്സ് ചെയ്യും. ഞാനിപ്പോൾ ഒരു മീഡിയം രീതിയിലാണ് ഇതിപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത്യാവശ്യം നല്ല പോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചാമൃതം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. നമ്മളിത് റെഡിയാക്കി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കൽക്കണ്ടം കറക്റ്റായിട്ട് ഇതിൽ മെൽറ്റായി വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമ്മുടെ 2 നവരാത്രി സ്പെഷ്യലായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതായത് ഇത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് ചുണ്ടലും അതുപോലെ തന്നെ കുറച്ച് എരിവും കുറച്ച് മധുരവും ഒക്കെ ചേർത്തിട്ടാണ് നമുക്ക് ഒരുമിച്ചാണ് ഇത് തരുന്നത്. ഒരു വാഴയിലയിലാണ് നമുക്ക് നിവേദ്യം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കിട്ടുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.